ബേബി തൊട്ടിയിലൊക്കെ ഇട കിടന്നുറങ്ങണേ. ഞങ്ങളെ വീട്ടിലെ ചെറിയ കുട്ടി 5 വയസ്സായ ചെറിയ കുട്ടി തൊട്ടിയിലാണ് ഉറങ്ങണത്. തൊട്ടിയിൽ ഇരുന്നിങ്ങനെ ആടലുണ്ട് കേട്ടോ. ഇന്ന് പുറക്കം വരുന്നുണ്ട് പറഞ്ഞിട്ട് പോന്നതാണ്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ തൊട്ടിയിൽ കടന്നുറങ്ങിയാണ്. ഉമ്മ കുറേ കാലങ്ങൾക്ക് ശേഷം ചുരിദാർ ഇടുകയാണ് കേട്ടോ. എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ ഉമ്മ ചുരിദാർ ഇട്ടത്. എൻ്റെ ഓർമ്മയിൽ ഉമ്മ സാരി ഉടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയൊക്കെ ഫുൾ പർദ്ദയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ, ചുരിദാർ ഇട്ടിട്ട് എങ്ങനെയുണ്ട്. ഇതിപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഇപ്പം വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്താട്ടോ. 2 ചുരിദാർ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തണ്. അതിലൊന്നാണിത്. എങ്ങനെയുണ്ട് ചുരിദാർ ഇട്ടിട്ടെന്നൊന്ന് പറയണേ. ഞാനും എൻ്റെ അനിയത്തിമാരൊക്കെ ഇടയ്ക്ക് പറയലുണ്ട് ചുരിദാർ ഇട്ടൂടെ, എന്താ ചുരിദാർ ഇട്ടാൽ എന്നൊക്കെ. എന്നും അധികം ഈ കറുപ്പ് പർദ്ദ തന്നെയല്ലേ, എന്നും തന്നെയല്ലേ കുറേ കാലങ്ങളായിട്ട്. പിന്നെ എനിക്കാണെങ്കിലും ഉമ്മാക്കാണെങ്കിലും ഈ കളർ പർദ്ദ അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ കറുപ്പ് തന്നെയാണ് അധികം വാങ്ങൽ. അപ്പോൾ എന്നും അത് തന്നെയാണല്ലോ, എന്തൊരു പരിപാടിക്ക് പോവുകയാണെങ്കിലും. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയലുണ്ട് കേട്ടോ ചുരിദാർ ഇട്ടൂടെ എന്ന്. ഒരു കല്യാണം ഉണ്ട് കേട്ടോ, അപ്പോൾ അതിന് പോകാൻ വേണ്ടി മാറ്റിയതാണ്. ഉമ്മ കുട്ടികളെയും കൊണ്ടുപോകുന്നുണ്ട്, ആദിനെയും ബേബീനെയും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞാൻ മമ്മാൻ്റെ അടുത്ത് നിൽക്കുകയാണ്. മമ്മ ഒറ്റയ്ക്കാവുമല്ലോ, മമ്മാൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവരങ്ങനെ കല്യാണത്തിന് പോയി. ഇന്നൊരു ഈവനിങ് ഞാനും ഉമ്മയും ചായ കുടിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇവിടെ വേറെ ആരുമില്ല, ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. ഉമ്മയും കുട്ടികളും ഒരു കല്യാണം ഉണ്ട്, അപ്പോൾ അതിനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പോയ തക്കം നോക്കി ഞങ്ങൾ എന്താ ബുൾസൈയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഉമ്മാക്കും എനിക്കും കൂടെയാണ്. അപ്പം ഉമ്മമാക്ക് ഞാനൊരു ഗ്ലാസ് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ വരാം, ഞാൻ ബ്രെഡ് മുട്ടയും പൊരിച്ചരാ, നിസ്കരിക്കട്ടെ കേട്ടോ പറഞ്ഞിട്ട് നിസ്കരിച്ച് ഞങ്ങൾ രണ്ടാകുമ്പോൾ ചായ കുടിക്കട്ടെ. ഉമ്മ പകൽ സമയം കൂടുതലും സിറ്റ് ഔട്ടിലാണ് കേട്ടോ ഇരിക്കുക. അപ്പോൾ ചായയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കലാണ്. ചോറിനൊക്കെ പിന്നെ അങ്ങോട്ട് അടുക്കളയ്ക്ക് വരും കഴിക്കാൻ. നമ്മൾ ചായക്കടയ്ക്ക് വെയിറ്റിംഗ് ആണ് കേട്ടോ. ചായയൊക്കെ ഇവിടെ കുടിച്ചോ? ചായ കുടിച്ചോ? ഞാൻ തന്നത് എവിടെ? ഇത് വെള്ളം ഇതിലാ ഞാൻ ചായ കൊടുത്തത്. ചായ എവിടെ പോയി അറിയോ? ചായ എവിടെ കുടിച്ചോ? നീ വേറെ ഉണ്ടാക്കണോ? എവിടെ അതിലില്ലല്ലോ, മതി അറിയാൻ. ഞാൻ എൻ്റെ ചായയിൽ ഞാൻ മധുരം ഇട്ടു. നീ എന്ത് ചെയ്യാ? സെറ്റാക്കി തരാം കേട്ടോ. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു തരാം. ഓക്കെ, ചായ ഇപ്പോൾ കൊണ്ടുവരാം. കള്ളത്തി ഞങ്ങളോട് ചായ കുടിക്കല്ലേ, ഞാൻ നിസ്കരിക്കട്ടെ പറഞ്ഞല്ലേ ഇതിൽ. ഉറുമ്പ് ഇപ്പോൾ കൊണ്ടു തരാം കേട്ടോ. നമുക്ക് പഞ്ചാരൻ്റെ അസുഖമുള്ളതുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കില്ല കേട്ടോ. ചെറിയ മധുരം ഇട്ടിട്ട് കുടിക്കുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. സെറ്റല്ലേ? സെറ്റ് വന്നാണ് ഇങ്ങനെ അങ്ങനെ കാണിക്കുക കയ്യിനെ കൊണ്ട്. സെറ്റ് അങ്ങനെയല്ല, ഇങ്ങനെ യെസ് കുത്തി സെറ്റ്. അത് കുടിച്ചോളി കേട്ടോ, കഴിച്ചോളി. എഗ് ബുൾസൈ ബ്രെഡിൽ ബട്ടറാക്കിയതാ കേട്ടോ. ഇതാണ് ചായക്കടി, കട്ടൻ ചായ. ഞാൻ ഭയങ്കര ചായപ്രാന്തിയാണ് കേട്ടോ. എനിക്ക് എപ്പോഴും കട്ടൻ ചായ കുടിക്കണം. ഞാൻ നല്ല പോലെ കട്ടൻ ചായ കുടിക്കും. ഞാൻ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. എന്താ മാമ ചൊറുക്കൻ്റെ മമ്മാനെ കാണാൻ അറിയോ? കണ്ട ചിരിച്ചാണി ചിരിക്കേ. പല്ലി കണ്ടേ? പല്ലി കണ്ടേ? പല്ലി കാണാനല്ലോ. എവിടെ പോയി? കണ്ടേ? വരുന്നുള്ളൂ. നോക്കട്ടെ, ഉള്ള പല്ലി കണ്ടേ? കുറച്ചുണ്ട് കേട്ടോ ആ സൈഡിനൊക്കെ. ഞാൻ കഴിച്ചോളി. ദിക്ർ പിന്നെ ചെല്ല, കഴിച്ചിട്ട് ചെല്ല. കഴിക്കേ, ചൂടാറും.
കടി കൂട്ടിക്കൊള്ളി. എന്താ ആരാണ് പെണ്ണ കുഞ്ഞുമോ? ഫുള്ള് കഴിക്കട്ടോ. എൻ്റെ തീർന്നു കേട്ടോ. ഇത് എത്രയായി? നിങ്ങൾക്ക് എന്താ തീരാത്തത്? ഇത് പല്ലൊന്നും വേണ്ടല്ലേ കഴിക്കാൻ. വേഗം കഴിക്കുമോ അയച്ചക്കുട്ടി? അച്ഛം അച്ഛമ്മോ അച്ഛമ്മോ അയച്ച എന്താ നിങ്ങളെ പേര്? അയച്ച കൊയിച്ച അയച്ച കൊയിച്ച മീൻ കൊയിച്ച എന്താ പേര്? ഉമ്മമാനോട് പേര് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോയിച്ചാണ് നിങ്ങൾക്ക് പറയട്ടോ. ഞാൻ ബ്രെഡൊക്കെ കഴിച്ചു. ഇത് കഴിഞ്ഞു. ഞങ്ങൾ ചായ അടിച്ചുകൊണ്ടിരുന്നപ്പം ഇവിടെ ഒരാൾ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും. ആരാണ് കണ്ടേ? കാണിച്ചു തരാം കേട്ടോ. ഇവളാണ് ഇവൾ. തത്തമ്മേ 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 പൂച്ച പൂച്ച തത്തമ്മേ 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 പൂച്ച പൂച്ച തത്തമ്മേ പൂച്ച പൂച്ച തത്തമ്മേ പൂച്ച പൂച്ച തത്തമ്മേ പൂച്ച 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 തത്തമ്മേ 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 ഇതൊക്കെ എന്തെങ്കിലും കഴിക്കാണ്ടോ നോക്കട്ടെ കേട്ടോ. അമ്മ പോയിട്ടാണോ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നത്. തത്തമ്മേ 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 അതിൽ പഴമൊക്കെ കിടക്കുന്നുണ്ട്. പയറൊന്ന് കൊടുത്തു നോക്കാം. നമ്മളെ ഇഷ്ട ഭക്ഷണമാണ് കേട്ടോ പയർ. കൊണ്ടുപോയി അതിൻ്റെ കുരു മാത്രം എടുത്തിട്ടേ കഴിക്കുള്ളൂ. എൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ. കുറച്ച് കഴിഞ്ഞാൽ പോകും. അപ്പോൾ ഞാൻ കുറച്ച് ചീര പറിക്കട്ടെ കൊണ്ടുപോകാനായിട്ട്. ചീര ഭയങ്കര രസമുള്ള ടേസ്റ്റുള്ള ചീര കേട്ടോ. നാടൻ ചീരയാണ്. ഞാൻ കുറച്ച് ചീര പറിക്കട്ടെ. ഞാൻ ഇവിടുന്ന് പോണ സമയത്ത് നെല്ലിക്കുത്തക്ക് പോണ സമയത്ത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ ഞാൻ എടുത്തിട്ട് പോകും കേട്ടോ. ഇവിടെ കൂട്ടാങ്കായ ഉണ്ട്, അതുപോലെ ചേന ചേമ്പ്, പിന്നെ ഉമ്മാൻ്റെ ചില വെജിറ്റബിൾസ് അതൊക്കെ അപ്പം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ട് പോകും. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഇതുപോലെ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ കൊണ്ടുപോകും കേട്ടോ. പിന്നെ ഇതുപോലെ തൂമ്പ് വരുന്നത് ഇങ്ങനെ പറിച്ചു കൊടുത്താൽ നല്ല ഉണ്ടാവുകയും ചെയ്യും. അതിനും കൂടിയാണ് കേട്ടോ. ഞാൻ അവിടെ ഒന്നുണ്ട്, അതിനും കൂടെ കുറച്ചെടുക്കട്ടെ. എനിക്കുള്ളതായി ഗൈസ്. ഇത് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നുള്ളിയിട്ട് പോകും. ഇത് നോക്കിയിട്ട് ഇത് നുള്ളിയിട്ട് പോകട്ടോ. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ആഴ്ച മത്തൊക്കെ പറയാനുള്ളത്. ഒരു ചായ അടിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്താ പറയാനുള്ളത്? കൊതു പഠിക്കണ്ടോ? നിറയെ കൊതുണ്ടോ?
ഇനി ഒരു സാധനം കൂടെ ഉണ്ടോ നോക്കട്ടെ, കിട്ടിയാൽ പറിക്കണം കേട്ടോ. ഒരു അടക്കാപ്പഴത്തിൻ്റെ മരമുണ്ട്, അതിൻ്റെ മുകളിൽ കൂടെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയും കയറിയിട്ടുണ്ട് കേട്ടോ. പാഷൻ ഫ്രൂട്ട് ഉണ്ടോ നോക്കട്ടെ. അടക്കാപ്പഴം ഇല്ലയെന്ന് എനിക്ക് തോന്നി, ഞാൻ താഴത്തുനിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പാഷൻ ഫ്രൂട്ട് ഉണ്ട് ഇതിൽ, അതിൽ മൂത്തതുണ്ടോ നോക്കട്ടെ. ഒക്കെ ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. യെല്ലോ കളറൊന്നും ആയിട്ടില്ല. എന്തായാലും കിട്ടണത് പറിക്കട്ടെ. 2 എണ്ണം പറിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് എനിക്ക് രാവിലെ താഴേന്ന് ചാടിയത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് മതി, ഇന്നത്തേക്കുള്ളതായി.